ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചേന മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ചേന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല. ഇത് നമ്മളുടെ ഹെർട്ടിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന മെനിപ്പോസ് സംബന്ധമായ സിൻഡ്രോംസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വളരെ പരിഹാരമുള്ള ഒരു പച്ചക്കറിയാണ് ഈ ചേന എന്ന് പറയുന്നത്. ഇതിനകത്തിൽ വളരെയധികം വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ സി, അതുപോലെ തന്നെ B5, അതുപോലെ പൊട്ടാസ്യവും മഗ്നീഷ്യവും എല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് ഈ ചേന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചേനയുടെ തണ്ട് വളരെ കാലം മുമ്പ് മുതൽ തന്നെ ആളുകൾ തോരൻ വെച്ചൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. അതിനും വളരെ നല്ലതാണ്. അപ്പോൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. ഇനി നമുക്ക് ഈ ചേനയൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി ഈ ചേന കഴുകുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ ചൊറിയും. അപ്പോൾ പണ്ടൊക്കെ ഉള്ളവർ പറയുമായിരുന്നു ചേന കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേനെ നമ്മുടെ കൈയുടെ ചൊറിച്ചിൽ മാറത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. പക്ഷേ ചേന കഴുകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് കൈ അധികം ചൊറിയുകയൊന്നുമില്ല. ഇനി നമുക്ക് നല്ലതായിട്ട് കഴുകിയെടുത്ത ചേനയിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടിയത് ഉപ്പാണ്. 1/4 സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇത് ഇളക്കുക. അതിനു മുമ്പേ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചേന അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. കൂടുതൽ വെള്ളമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചേന അങ്ങ് ഒരുപാട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിക്കാവൂ. ഇനി അത് നമുക്കൊന്ന് അടപ്പ് വെച്ച് അടച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. 6-7 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുമ്പോഴത്തേക്കിനും വെള്ളമൊക്കെ ഏകദേശം പറ്റും. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ വെള്ളം കുറച്ച് അധികമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഏകദേശം പറ്റിയിട്ടുണ്ട്. നമുക്കിനിയും ഈ പറ്റി വന്ന ചേന ഇനിയും നമുക്ക് എണ്ണയിലേക്ക് ഇടണം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണയുടെ യൂസ് വരത്തില്ല. എന്തായാലും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്, നമ്മുടെ ഒരു നാടൻ രുചിയൊക്കെ വരുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയതെന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 4-5 വെളുത്തുള്ളിയുടെ കഷ്ണം ചതച്ച് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ പറ്റിച്ചെടുത്ത ഈ ചേന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒരുവിധം ഒന്ന് വഴണ്ട് വരുന്ന സമയം നമുക്ക് 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കുക. കൂടുതൽ മൂക്കണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ അത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ ഇട്ട് വേവിക്കാം. ഒന്ന് മൂപ്പിച്ച് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഈ ഒരു ചേന മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തരുന്നത്. എല്ലാവർക്കും നന്ദി.